ദില്ലി ജന്തർ മന്ദിറിൽ 36 ദിവസങ്ങൾ നീണ്ട വിദ്യാർത്ഥി സമരം ഒരു കേന്ദ്രമന്ത്രിയുടെ കസേര തെറിപ്പിച്ചുകൊണ്ട് അവസാനിച്ചെങ്കിലും കാര്യങ്ങൾ ധാരണപ്രകാരം അവസാനിക്കില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് ദില്ലി പോലീസിന്റെ ഇന്നത്തെ പ്രതികാര നടപടി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമരത്തിന് പരിസമാപ്തിയാകുമ്പോൾ പോലീസ് ആദ്യം തേടി വന്നത് അവളെയാണ്, SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ. ആരാണ് ഐഷി ഘോഷ് എന്ന് പറഞ്ഞു തുടങ്ങേണ്ടത് ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്നാണ്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിബ്കെ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്ന്. 2026 മെയ് 16 അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അഭിജിത് ദിബ്കെ CJP എന്ന ആശയം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. അത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ജൂൺ 6 അഭിജിത്ത് സമരത്തിനായി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിനിടയിൽ അഭിജിത് ദിബ്കെ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ വിളിക്കുന്നു. തങ്ങളുടെ സമരത്തിന് പിന്തുണ ആവശ്യപ്പെട്ടായിരുന്നു ആ ഫോൺ കോൾ. എന്നാൽ അഭിജിത്ത് ആ ഫോൺ കോളിൽ ഒരാവശ്യം മുന്നോട്ട് വെച്ചു. സമരത്തിൽ ഞങ്ങൾക്കൊപ്പം ഒരു SFI നേതാവിനെ വിട്ടുതരണം, അത് ഐഷി ഘോഷ് ആയിരിക്കണം. ഉടൻ തന്നെ CPIM നേതൃത്വം ഐഷി ഘോഷ് ഉൾപ്പെടുന്ന ഒരു സംഘത്തെ തന്നെ സമരത്തോടൊപ്പം ചേരാൻ നിയോഗിച്ചു. അങ്ങനെ സമരമുഖത്തേക്ക് ഐഷി ഘോഷും സംഘവും എത്തി. എന്തുകൊണ്ടായിരിക്കാം CJP സ്ഥാപകൻ അഭിജിത്തിന് മുന്നിലെ ആദ്യത്തെ ചോയ്സായി ഐഷി ഘോഷ് എന്ന പേര് വന്നത്? ഐഷി ഘോഷിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത് 6 വർഷം പിന്നിൽ നിന്നാണ്. 2020 ജനുവരി മാസം. 2016 തുടങ്ങിയ ആദ്യ വേവ് JNU സമരങ്ങൾ കേന്ദ്ര സർക്കാർ പല വിധത്തിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ഇനിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം സാധ്യമാകുമോ എന്ന് പോലും സംശയിച്ച കാലത്ത് JNUവിൽ പ്രതിഷേധങ്ങളുടെ 2ാം തരംഗം ആഞ്ഞടിക്കുകയാണ്. JNUവിലെ ഫീസ് വർധനവിനെതിരെയുള്ള സമരമായിരുന്നു അത്. നേതൃത്വത്തിൽ അന്നത്തെ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഇടമാകണം കേന്ദ്ര സർവകലാശാലകൾ എന്ന ആശയത്തിൽ ആ സമരം കത്തിപ്പടർന്നു. 2019 നവംബർ മാസത്തിൽ തന്നെ സമരം ആരംഭിച്ചിരുന്നു. അധികാരികൾ എപ്പോഴത്തെയും പോലെ ഈ സമരത്തെയും ഗൗനിച്ചില്ല. ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ സമരക്കാർ മടങ്ങിപ്പോകുമെന്ന് അവർ കരുതി. എന്നാൽ കൊടും തണുപ്പിലും സമരാവേശം തീജ്വാലയായി പടർന്നു. 70 ദിവസം കഴിഞ്ഞിട്ടും ഒരടി പിന്നോട്ടു പോകാൻ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥി സംഘടനകളോ തയ്യാറായില്ല. ഒടുവിൽ അധികാരികൾ അവരുടെ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തു. സമരത്തെ കലാപമാക്കി മാറ്റി. 2020 ജനുവരി 5 നേരത്തെ പറഞ്ഞതുപോലെ സമരം 70 ദിവസം പിന്നിട്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ സംഘടിച്ച് മുദ്രാവാക്യം മുഴക്കുകയാണ്. സമയം സന്ധ്യയായി. ഇരുട്ട് വീണു തുടങ്ങുന്നു. ഇരുട്ടിലും തിളങ്ങുന്ന സമരവീര്യമാണ് ക്യാമ്പസിൽ ജ്വലിക്കുന്നത്. സമയം 7 മണിയായിരിക്കുന്നു. സമരം ചെയ്യുന്നവർക്കു നേരെ ഇടയ്ക്കൊക്കെ ABVP പ്രവർത്തകർ സംഘർഷം അഴിച്ചുവിടുന്നത് പതിവായിരുന്നു. എന്നാൽ അന്ന് കുറച്ചധികം ABVP പ്രവർത്തകർ ക്യാമ്പസിലേക്കെത്തി. അവർക്കൊപ്പം മുഖം മൂടി പുറത്തുനിന്നുള്ള മറ്റു ചിലരും. സമരത്തെ അട്ടിമറിക്കാൻ സർവകലാശാലയുടെ അനുമതിയോടെ ചിലർ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന വിവരം അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചിരുന്നു. സമയം 8 മണി കഴിഞ്ഞു. എല്ലാം വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ABVP പ്രവർത്തകരും മുഖം മൂടിയെത്തിയ ഗുണ്ടകളും സമരക്കാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ക്രൂരമായ ആക്രമണം. മിനിറ്റുകൾക്കുള്ളിൽ JNUവിൽ സംഘർഷമെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ അച്ചുകളായി നിരന്നു. വിദ്യാർത്ഥികൾ ചിതറിയോടുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലെല്ലാം എത്തി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ കഴിയാത്ത സമയം. ഒടുവിൽ ഒരു പെൺകുട്ടി സംസാരിക്കുന്ന ദൃശ്യം പുറത്തു വന്നു. ആ പെൺകുട്ടിയുടെ തല പൊട്ടി മുഖത്തുകൂടി രക്തമൊഴുകുന്നുണ്ടായിരുന്നു. വേദനയിൽ പുളയുമ്പോഴും അവൾ വിളിച്ചു പറഞ്ഞു, ABVP ഗുണ്ടകൾ ഞങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടതാണ്. മുഖത്തു പരന്ന രക്തം കണ്ണുകൾ മറയ്ക്കുമ്പോഴും അവൾ അത് ആവർത്തിച്ചു പറഞ്ഞു. ആ പെൺകുട്ടി മറ്റാരുമായിരുന്നില്ല, JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ്. ആക്രമണം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റ ഐഷി ഘോഷിനെയും സുഹൃത്തുക്കളെയും ആശുപത്രിയിലെത്തിക്കുന്ന സമയത്തിനുള്ളിൽ ഡൽഹി പോലീസ് കേസെടുത്തു. മാരകായുധങ്ങളുമായി ക്യാമ്പസിലെത്തി വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ഗുണ്ടകൾക്കെതിരെയല്ല, പകരം ഐഷി ഘോഷിന്റെ നേതൃത്വത്തിൽ ABVP പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നു എന്ന തരത്തിലായിരുന്നു അന്ന് ദില്ലി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പിറ്റേന്നു തന്നെ തലയിൽ ഒരു ബാൻഡേഡും ഒടിഞ്ഞ കൈക്ക് പ്ലാസ്റ്ററുമിട്ട് ഐഷി ഘോഷ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സത്യം വിളിച്ചു പറയാൻ. അത്രയും വലിയ ആക്രമണം നേരിട്ടിട്ടും തൻ്റെ ആശയത്തിൽ ഒരു തരി വ്യക്തതക്കുറവില്ലാത്ത ഐഷി ഘോഷിനെ സമരത്തിലേക്ക് ക്ഷണിച്ചത് അഭിജിത് ദിബ്കെ എടുത്ത മികച്ച തീരുമാനമായിരുന്നു എന്ന് തെളിയിക്കാൻ ആ വിദ്യാർത്ഥി നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം മാത്രം പരിശോധിച്ചാൽ മതി. ദില്ലി പോലീസ് ആദ്യം ഐഷിയെ തേടി വരാനുള്ള കാരണവും അതുതന്നെയാണ്.